ഇതാ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇതാ വാഹനം എത്തിയിട്ടുണ്ട്. ബിബിനൊക്കെ എത്തിയതാണ്. പിന്നെ ഞങ്ങളുടെ യൂഷ്വലായിട്ടുള്ള ഞങ്ങളുടെ വണ്ടിയുണ്ട്. ഇതിലാണ് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഇവിടെ വാഹനത്തെ കയറാനുള്ള ഞാനുണ്ട്. ഒരാളിങ്ങനെ മുന്നിലേക്ക് നിൽക്കുന്നു. അങ്ങനെ പാർട്ടികളായിരിക്കും. ബാച്ചിലേഴ്സ് ഉണ്ടാകും, ഫാമിലി ഉണ്ടാകും, ഹിന്ദിക്കാരുടെ പ്രൈവസി ഇല്ലല്ലോ, കുറച്ച് കിട്ടുമോ? അതെ 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 അതെ. വെള്ളം സെർവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു. കാണാം. എനിക്ക് ഞാൻ സംസാരിച്ചു. ബോട്ട് പതുക്കെ മുമ്പോട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. ഇത് ബോട്ടിൻ്റെ കെട്ട് വലിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ക്യാപ്റ്റനുണ്ട്. ഇവിടെ ആൾക്കാർ കയറി. ഞങ്ങളുടെ ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അത് റിവേഴ്സ് എടുക്കുകയാണ്. അതിലെ വണ്ടി കാണാവുന്നത് പോലെ റിവേഴ്സ് എടുത്ത് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില കൊണ്ടിരിക്കുകയാണ്. റിവേഴ്സ് എടുത്തു കാണാവുന്നത് പോലെ. യെസ്, ഇവിടെ നിന്ന് കാണാം. ഞങ്ങളങ്ങനെ ഇതെല്ലാം എടുത്ത് കാണാൻ പറ്റും. സോ ഇവിടെല്ലാം ആയിരിക്കുന്നു. ഇവിടെല്ലാം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബിബിനും ഇരിക്കുകയാണ്. എല്ലാവരും ട്രാവൽ ചെയ്യുന്നത് പള്ളാത്തുരുത്തി വഴി വേമ്പനാട്ട് കായലിലേക്കാണ് പോകുന്നത്. ഇപ്പം ഇതിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് മൊത്തം കാണാവുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. വളരെ വ്യക്തമായ രീതിയിൽ എല്ലാം കാണാവുന്ന ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ കരിമീൻ ഇറക്കി വെച്ചിരിക്കുകയാണ് വറക്കാരൻ. ഇതാണ് കരിമീൻ ഇവിടെ വറുത്തോണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ സെറ്റപ്പ്. ഫുഡെല്ലാം റെഡിയാണെന്നാണ് പറഞ്ഞത്. ഇനി 1 മണിക്കൂർ ബ്രേക്ക്. ഓക്കെ, ഞങ്ങൾ ഇവിടെയുള്ള സാധനമുണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതെവിടെ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്, ഏറ്റവും ബാക്കിലെ സൈഡ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് വേറെ ഒരു വലിയ ബോട്ട് പോവുകയാണ്. ആ ബോട്ടിൽ നിങ്ങൾക്ക് കാണാം. ഇത് മുമ്പോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സൈഡിൽ തന്നെ മുമ്പിലെ ഒരു ബോട്ട് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് വന്ന് വെള്ളമെല്ലാം മൊത്തത്തിലൂടെ അടിക്കുകയാണ്. കാണാം. ഇവിടെ ഇതാണ് വാട്ടറിൻ്റെ ഡീസാലിനേഷൻ സ്ഥലം. ഇവിടെ വന്ന് ഫ്രഷ് വാട്ടർ ഇത് ഡീസാലിനേറ്റ് ചെയ്ത്, ഡീസാലിനേഷൻ അല്ല, ഇത് ROUV ഫിൽട്ടറിംഗ്, ഓസോൺ ട്രീറ്റ്മെൻറ്റ്, ഡ്രിങ്കിങ് വാട്ടർ, റിവേഴ്സ് ഓസ്മോസും. ഓക്കെ, ഇതിനകത്ത് ഉപ്പില്ലാത്തതുകൊണ്ടല്ലേ? ഉപ്പുണ്ടെങ്കിൽ ഡീസാലിനേഷൻ ഉണ്ട്. ഇതിങ്ങനെ ഓരോ വെള്ളം എടുത്ത് ഇങ്ങനെ അടിക്കുക കാണാം, കാണാവുന്നതാണ്. ശരിയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ
നിൽക്കുന്നു. ബിബിനാണെങ്കിൽ എൻ്റെ ശാസ്ത്രീയ വശം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് ഇവിടെ രണ്ടുപേരെ അവശരായിട്ടിരിക്കുന്നു. രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനെ തുടർന്ന് രണ്ടുപേരെ ഇവിടെ അവിടെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തി ഇവിടെ പ്രോൺസ് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രോൺസ് കിട്ടുന്നത് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാണ്. വണ്ടിയിൽ അവരൊക്കെ ഉണ്ട്, അവരെല്ലാവരും അതിലുണ്ട്. ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരുന്നതായിരിക്കും. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ പ്രോൺസിനെ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഉച്ചസമയമായി. എല്ലാവരും സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് കൈയും കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പ്രത്യേക കൃപ ഇരിക്കുന്നു. ഇവിടെ ചോറ്, സാമ്പാർ, പിന്നെ തോരന്, മെഴുക്ക് പുരട്ടി, പ്രോൺസ്, ചമ്മന്തി, പിന്നെ നമ്മുടെ കരിമീൻ എല്ലാം ഉണ്ട്. കൃഷ്ണനാണെങ്കിൽ കിറിയെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഒരാൾ ഫോട്ടോ എടുക്കുന്നു. കരിമീനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ വലിപ്പം അറിയാൻ വേണ്ടി. ഞങ്ങളെല്ലാവരും മിഷ്ടാനമായി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിലാണ്. റെക്കോർഡിസ്റ്റായി രണ്ടുപേരും ഇതിലേക്ക് നോക്കുകയാണ്. കരിമീൻ്റെ ഫോട്ടോ എന്നെ കാണിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നിലയിൽ നല്ല കുഴപ്പമുണ്ട്. എങ്കിലും ഞാൻ ഓടിച്ച് കാറൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണാവുന്നതുപോലെ ഞാൻ ശക്തമായ നിലയിലാണ് സമയം. അങ്ങനെ അത് അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് എന്തൊക്കെയോ. അങ്ങനെ പോകുന്ന വഴിക്ക് നിവൃത്തിയില്ലാതെ പച്ചപ്പായലിന് മേളിൽ കൂടെ പോകേണ്ട ഗതികേട് വന്നു. വേറൊരു ബോട്ട് വന്നതോടെ നമ്മൾ വണ്ടിയൊക്കെ കരയ്ക്ക് കയറുന്നത് പോലെ ഇടിച്ച് കരയ്ക്കൂടെ കയറ്റി ഞങ്ങൾ പോവുകയാണ്. വേറെ വഴിയില്ല. പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ സീനറിയാണ്. ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തൂടെ വേറെ ഒരു ബോട്ട് പോകുന്ന നമുക്ക് കാണാം. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ പായലൊക്കെ വണ്ടിക്കകത്ത് കയറാൻ ബോട്ടിനകത്ത് എഞ്ചിനകത്ത് കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് പരമാവധി ഇത് മാറ്റിയാണ് ഇവർ പോകാറുള്ളത്. കൈക്ക് അതങ്ങനെ പറ്റിയില്ല. വേറെ ബോട്ടുകൾ ഈ വഴി വന്നതുകൊണ്ട് എല്ലാവരും ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാവുന്ന പോലെ ശക്തമായ തിരമാലകൾ പോലെ സ്പീഡ് ബോട്ടുകൾ പോകുന്നത് കൊണ്ട് വള്ളത്തിലടിക്കുന്നുണ്ട്. കാണാം ഇവിടെ എല്ലാം സ്പീഡ് ബോട്ടുകളുടെ കേന്ദ്രമാണ്. അതിനിടയ്ക്ക് ഒരു സർക്കാർ ബസ്, സർക്കാർ വണ്ടിയല്ലേ, സർക്കാരിൻ്റെ ഒരു ബോട്ടിനിടെ കൂടെ സർവീസ് ചെയ്യുന്നുണ്ട്. അവർ മരകത്തു നിന്ന് ആലപ്പിക്ക് പോകുന്ന ബസ്സാണ്. അതിനുണ്ട്. ഞങ്ങൾ ഡയറക്ഷൻ തിരിഞ്ഞ് വേണ്ടി പോവുകയാണ്. നമ്മളിത് അരിക്കൂടല്ലേ വന്നത് രാവിലെ? അത് അങ്ങേ സൈഡിലാണ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഞങ്ങൾ വീണ്ടും ഞങ്ങളെ ആദ്യത്തെ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണി വരെയാണ് ബോട്ടിങ്ങിൻ്റെ ടൈം ലീഗലായിട്ടുള്ളത്. അതോടെ ഹോണും ഒക്കെ അടിച്ചുകൊണ്ട് എല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണ്. വാലേ പോവുകയാണ്. ഇങ്ങനെ ഞങ്ങളുടെ വണ്ടിയെ കൊണ്ട് ഹോൺ അടിച്ചു തരുന്നത്. ഒരു ആദ്യം പാലത്തിനടി കൂടെ പോകാൻ വേണ്ടിയാണ്. ഞങ്ങളും പുറകെ വരികയാണ്. ഇങ്ങനെ എല്ലാം ഇങ്ങനെ അത് മേടിക്കുന്നതൊക്കെ അറിയാം. വണ്ടികൾ പോകുന്ന നല്ലൊരു പാലമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീനറി ഹിയർ. Can see everything. So it's a situation at present. ആനങ്ങളെ നോക്കിക്കോളണേ.
അങ്ങനെ ഞങ്ങൾ നേരം വെളുത്ത് വീണ്ടും സുപ്രഭാതം പൊട്ടി വിളർന്നു. വാഹനം ഇത് ഹൗസ് ബോട്ടുകളൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയമാണ്. ഞങ്ങളുടെ ബോട്ടിൽ പിന്നെ ദീപ എല്ലാവരും പ്രഭാത ഭക്ഷണം ഡൽഹിയാണ് വരുന്നതാണ് കേട്ടത്. ഇതിന് വെയിറ്റ് ചെയ്യുകയാണ്. കാണാവുന്ന പോലെ ഒരു രമണീയമായ ഞങ്ങളുടെ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. 1 മണിക്കൂടെ കഴിഞ്ഞിട്ട് കാണാമല്ലോ കര. 1 മണിക്കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടുന്ന് എടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ നല്ല നടുക്കത്തിരിക്കുകയാണ്, തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ മോർണിംഗ് ടൈം You can see everything. Also, you can see. ഞങ്ങളുടെ യാത്ര പര്യവസാനിച്ചു. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. പെട്ടിയെല്ലാം കെട്ടി എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ബോട്ട് ലാൻഡ് ഞങ്ങൾ തിരിച്ച് ലാൻഡ് ചെയ്തു. ബിബിനും എത്തി. ഞങ്ങളെല്ലാം കൂടെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയം